ഹായ് ഡിയർ ഫ്രണ്ട്സ്. ഉണ്ണിയപ്പം ഇഷ്ടമില്ലാത്തവർ ആരും തന്നെ ഉണ്ടാവില്ല, അല്ലേ? നല്ല നാടൻ ഉണ്ണിയപ്പം എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നമുക്ക് നോക്കിയാലോ. ഞാൻ രോഷ്നിയാണ് ആൻഡ് യു ആർ വാച്ചിങ് ടിങ്കിൾസ്. അപ്പോൾ ഉണ്ണിയപ്പം തയ്യാറാക്കാനായിട്ട് ഞാൻ 1/2 കിലോ പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഒരു 4 മണിക്കൂർ കുതിരാനായിട്ട് ഇതുപോലെ വെള്ളമൊഴിച്ച് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇപ്പോൾ 4 മണിക്കൂറായിട്ടുണ്ട്. ഇതുപോലൊരു സ്ട്രെയിനറിലേക്ക് അരി മാറ്റിയിട്ടുണ്ട്. ഇനി വെള്ളമൊക്കെ ഒന്ന് തോർന്ന് വന്നിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഞാനിവിടെ 400 ഗ്രാം ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. നല്ല മധുരം ഇഷ്ടമാണെങ്കിൽ 1/2 കിലോ പച്ചരിക്ക് 1/2 കിലോ ശർക്കര തന്നെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഞാനിവിടെ 400 ഗ്രാമാണ് എടുത്തിട്ടുള്ളത്. ഇനി ഈ ശർക്കര ചെറിയ പീസാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് ഉരുക്കിയെടുക്കാം. ഇപ്പോൾ ശർക്കര നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട്. ഇതിൽ ചെറിയ കല്ലൊക്കെ ഉണ്ടാകും. അപ്പോൾ നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. നമുക്ക് പച്ചരിയിലേക്ക് ഈ ശർക്കരപ്പാനി ഒഴിച്ചാണ് അരച്ചെടുക്കേണ്ടത്. അതിനായിട്ട് ശർക്കരപ്പാനി നന്നായിട്ടൊന്ന് തണുത്ത് വരട്ടെ. ഇനി നമുക്ക് പച്ചരി ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ ഒരു മിക്സിയുടെ ജാറിലേക്ക് 3-4 പ്രാവശ്യമായിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഈ പച്ചരി ആദ്യം ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ശർക്കരപ്പാനി നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. നമുക്കതുകൂടെ ഒഴിച്ചിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഉണ്ണിയപ്പത്തിന് ഇതുപോലെ അരച്ചെടുക്കുമ്പോൾ ഇത് കുറച്ച് തരിയോട് കൂടിയാണ് നമ്മൾ അരച്ചെടുക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ കയ്യിലൊന്ന് എടുത്ത് നോക്കാം. കണ്ടില്ലേ, കുറച്ച് തരി ഉണ്ടാകും. അപ്പോൾ ഇങ്ങനെയാണ് അരച്ചെടുക്കേണ്ടത്. ഇതുപോലെ തരിയോട് കൂടിയാണ് അരച്ചെടുക്കേണ്ടത്. നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കരുത്. ഓക്കെ, നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. നമുക്കിതിലേക്ക് ഒരു 3 പാളയംകുടം പഴം കൂടെ അരച്ച് ചേർക്കേണ്ടതായിട്ടുണ്ട്. അപ്പം ഞാനിവിടെ ഒരു മീഡിയം സൈസിലുള്ള 3 പഴം കൂടെ ഇതിലേക്ക് അരച്ച് ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള പച്ചരി കൂടെ ഇതുപോലെ അരച്ചെടുക്കാം. ഇതുപോലെ ശർക്കര പാനിയും ഒഴിച്ചിട്ട് പഴം കൂടെ ചേർത്ത് നമുക്കൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ 2-3 ബാച്ചായിട്ട് നമുക്ക് അരി കംപ്ലീറ്റ് ആയിട്ട് അരച്ച് എടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 4-5 ഏലക്ക, 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അതുകൂടെ ഇതിലേക്ക് ചേർത്തിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു 5 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. 5-6 മണിക്കൂർ വെക്കാം. ഒരു കുറഞ്ഞത് ഒരു 5 മണിക്കൂറെങ്കിലും നമുക്കിതൊന്ന് അടച്ച് മാറ്റി വയ്ക്കാം. ഇനി ഉണ്ണിയപ്പത്തിൽ ചേർക്കാനായിട്ട് കുറച്ച് തേങ്ങ കൂടെ നമുക്കൊന്ന് നെയ്യിൽ ഫ്രൈ ചെയ്തെടുക്കാം. ഇതുപോലെ ചെറിയ പീസാക്കി എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നല്ല ഉണങ്ങിയ തേങ്ങയാണെങ്കിൽ അത്രയും നല്ലത്. ഒരു 4-5 ടേബിൾ സ്പൂൺ മതിയാവും. കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ എള്ള് കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ എള്ള് ചേർക്കുമ്പോൾ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. എള്ളൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി കിട്ടിയാൽ മതി. ഓക്കെ, ഇപ്പോൾ 6 മണിക്കൂർ ആയിട്ടുണ്ട്. നമുക്ക് മാവ് നോക്കാം. ഇതിപ്പോൾ കുറച്ച് തിക്കായിട്ടുണ്ട്. നമുക്ക് അതൊന്ന് ലൂസാക്കി എടുക്കാം. ആദ്യം നമുക്ക് വറുത്ത് വെച്ചിട്ടുള്ള എള്ളും തേങ്ങയും അത് ചേർത്ത് കൊടുക്കാം. നമ്മൾ ആദ്യം ഉരുക്കിയ ശർക്കര ഒരു 1/2 കപ്പ് ബാക്കിയുണ്ട്. നമുക്ക് കുറച്ചുകൂടെ ഇതിലേക്ക് ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നമുക്കൊരു 1/2 കപ്പ് ശർക്കര പാനിയാണ് ബാക്കി ഉണ്ടായിരുന്നത്. ഇതിൽ നിന്നും കുറച്ചുകൂടെ ഒഴിച്ചു കൊടുക്കാം. ഓക്കെ,
അപ്പോൾ ഇതാണ് ഉണ്ണിയപ്പത്തിൻ്റെ ഒരു കൺസിസ്റ്റൻസി. നമുക്കിങ്ങനെ കോരി ഒഴിക്കാൻ ഉള്ള ഒരു കൺസിസ്റ്റൻസി ഇതാണ്. ഇനി നമുക്ക് ഉണ്ണിയപ്പം പൊരിച്ചെടുക്കാം. ഞാൻ ഉണ്ണിയപ്പക്കാര അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് ഒഴിച്ചിട്ടുള്ളത്. എണ്ണ നല്ല ചൂടാകുമ്പോൾ നമുക്കിനി മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഇതുപോലെ മാവ് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ മാവാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പം നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു ഉണ്ണിയപ്പക്കാരയുടെ സൈസ് അനുസരിച്ച് മാവ് ഒഴിച്ചു കൊടുത്താൽ മതി. അതിൻ്റെ ഒരു 1/4 ഭാഗമൊക്കെ നിറഞ്ഞാൽ മതിയാകും. അല്ലെങ്കിൽ അത് കുറച്ച് കഴിയുമ്പോൾ ഒന്ന് പൊട്ടി മാവ് പുറത്ത് വരാനൊരു സാധ്യതയുണ്ട്. എനിക്കിപ്പോൾ അങ്ങനെ 1-2 സ്ഥലത്തൊക്കെ അങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ മാവ് കുറച്ച് ഒഴിച്ചാൽ ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഒരു 3-4 മിനിറ്റ് കൊണ്ട് തന്നെ ഒരു സൈഡ് ഫ്രൈ ആയി വരും. അപ്പോൾ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ ഒരു ഫോർക്കോ അല്ലെങ്കിൽ സ്പൂണോ വെച്ച് ഒന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മതി. രണ്ട് സൈഡും നല്ല ഒരു ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്നും മാറ്റാം. അപ്പോൾ ഈ ഒരു അളവിൽ എനിക്ക് 60 ഉണ്ണിയപ്പം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ. ടിങ്കിൾസ് ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.